ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോർലേഷൻ ക്ലാസിഫിക്കേഷനിലെ ലാസ്റ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ജോർലേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുക ഓറിയൻറ്റേഷൻ ജോർലേഷനാണ്. അത് കഴിഞ്ഞ് വെർട്ടിക്കൽ ജോർലേഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഹൊറിസോണ്ടൽ ജോർലേഷനിലേക്ക് വരിക. ഈ ഓറിയൻറ്റേഷൻ ജോർലേഷനിൽ നമ്മൾ ഓറിയൻറ്റേഷൻ ഓഫ് മാക്സിലെയാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞ് വെർട്ടിക്കൽ ഡയമെൻഷൻ അസസ് ചെയ്തതിന് ശേഷമാണ് ഹൊറിസോണ്ടൽ ജോർലേഷൻ എന്ന സ്റ്റെപ്പിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഹൊറിസോണ്ടൽ ജോർലേഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഹൊറിസോണ്ടൽ ജോർലേഷൻ? ഹൊറിസോണ്ടൽ ജോർലേഷനിൽ എന്താണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആൻഡ് സൈഡ് ടു സൈഡ് റിലേഷൻഷിപ്പ്, അതായത് ഈ ജോസിൻ്റെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സൈഡ് ടു സൈഡ് റിലേഷൻഷിപ്പുമാണ് നമ്മൾ ഹൊറിസോണ്ടൽ ജോർലേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഹൊറിസോണ്ടൽ ജോർലേഷൻസ് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിക് റിലേഷനും ഉണ്ട്, എക്സെൻട്രിക് റിലേഷൻസും ഉണ്ട്. അതിൽ എക്സെൻട്രിക് റിലേഷനിൽ തന്നെ പ്രൊട്രൂസീവും ഉണ്ട്, ലാറ്ററൽ മൂവ്മെൻറ്റ്സും ഉണ്ട്. ലാറ്ററൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ്സ് വരും. സെൻട്രിക് റിലേഷൻ അക്കോർഡിംഗ് ടു GPT-8, centric relation is defined as a maxillomandibular relationship in which the condyles articulate with the thinnest avascular portion of their respective disc with the complex in the anterior superior position against the shapes of articular eminences. This position is independent of tooth contact. This position is discernible when mandible is directed superiorly and anteriorly and restricted to a purely rotatory movement about a transverse horizontal axis. ഇതാണ് സെൻട്രിക് റിലേഷൻ്റെ ഡെഫിനിഷനായി തന്നെ കാണാതെ പഠിക്കുക. ഇതിന്ന് എന്തെങ്കിലും അഡീഷണലായിട്ട് കയ്യിൽ നിടുവോ അല്ലെങ്കിൽ ഇതിലുള്ള എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്യരുത്. ഇങ്ങനെ തന്നെ ഈ ഡെഫിനിഷൻ കാണാതെ പഠിക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് സെൻട്രിക് റിലേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് സെൻട്രിക് റിലേഷൻ ആൻഡ് മാക്സിമൽ ഇൻ്റർകസ്പൽ പൊസിഷനാണ്. മാക്സിമൽ ഇൻ്റർകസ്പൽ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡുകളിലെ ടീത്ത് ഒക്ലൂഷനിലിരിക്കുമ്പോൾ മാക്സിമം ആയിട്ട് ഇൻ്റർകസ്പേഷൻ വരിക, അതായത് ക്ലോസ് കോണ്ടാക്ട് വരിക. അതിനെയാണ് മാക്സിമൽ ഇൻ്റർകസ്പൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതും സെൻട്രിക് റിലേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ എന്തോന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഡെഞ്ചിലസ് കണ്ടീഷൻ, അതായത് പല്ലുകൾ ഉള്ള ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ വായിലെല്ലാം നാച്ചുറൽ ടീത്ത് കാണും. അപ്പോൾ ഇപ്പോൾ മാക്സിമൽ ഇൻ്റർകസ്പൽ പൊസിഷൻ അല്ലാത്ത കേസുകളുണ്ട്. അതായത് ഇപ്പോൾ സിവിയർ ക്രൗഡിംഗ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ മാക്സിമൽ ഇൻ്റർകസ്പൽ പൊസിഷൻ കാണില്ല. ചിലപ്പോൾ ഏതെങ്കിലും 1-2 പല്ലുകളൊക്കെ തട്ടുന്നുണ്ടാവും. പക്ഷേ അത് പേഷ്യൻറ്റിന് ഒരിക്കലും ഒരു TMJ പ്രോബ്ലമോ ഒന്നും ഉണ്ടാക്കില്ല. അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിരിക്കും പേഷ്യൻറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ടീത്തിനും എന്താ പറയുക, അതിൻ്റെ റൂട്ടുണ്ട്. ആ റൂട്ട് ബോണിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. ബോണും റൂട്ടും തമ്മിൽ എന്താ പറയുക, പെരിഡോണ്ടൽ ലിഗമെൻറ്റ് ലൈനിങ് ഉണ്ട്. അപ്പോൾ ഓരോ ടൂത്തിലും വരുന്ന ഫോഴ്സ് അതാത് പെരിഡോണ്ടൽ ലിഗമെൻറ്റ് വഴിയാണ് ബോണിലേക്ക് പോകുക. അപ്പോൾ എന്താ പറയുക, ആ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അതങ്ങനെ കുഴപ്പമില്ലാണ്ട് പോവും. എന്നാൽ നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് ഡെഞ്ചർ കേസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ മാക്സിമൽ ഇൻ്റർകസ്പൽ പൊസിഷനിലല്ലാണ്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു 2 പല്ലിലോ അല്ലെങ്കിൽ 3 പല്ലിലോ മാത്രമാണ് ഒക്ലൂഷൻ വരുന്നതെങ്കിൽ ആ ഒരു എന്താ പറയുക, CD ഒരു റോക്കിംഗ് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CD ഇതിപ്പോൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും എന്താ പറയുക വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ കോണ്ടാക്റ്റ് ഉള്ളൂ, റൈറ്റിൽ കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ ഡെഞ്ചർ എന്താ പറയുക ഒരിച്ചിരി ഇളകുന്ന പോലെ ആയിരിക്കും. കാരണം ഇതിപ്പോൾ മൊത്തത്തിൽ ഫോഴ്സ് മാൻഡിബിളിലേക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുക, അല്ലാതെ ഓരോരോ പല്ലുകൾക്കായിട്ട് താഴേക്ക് ഫോഴ്സ് പോവുകയല്ല. അപ്പോൾ ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡെഞ്ചർ കൊടുക്കുമ്പോൾ മാക്സിമൽ ഇൻ്റർകസ്പേഷൻ വന്നിട്ടുണ്ടോ എന്ന് ടീത്ത് സെറ്റിങ്ങിൽ ശ്രദ്ധിച്ചിട്ട് വേണം. എന്നിട്ട് സെൻട്രിക് റിലേഷനിൽ തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ സെൻട്രിക് റിലേഷനും നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ മാക്സിമം ഇൻ്റർകസ്പേഷൻ വന്നിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസ്വേഴ്സ് ഹൊറിസോണ്ടൽ ആക്സിസ്. നമ്മൾ മുന്നേ ഓറിയൻറ്റേഷൻ ജോർലേഷനിൽ പറഞ്ഞതാണ്. നമ്മൾ ഓറിയൻറ്റേഷൻ ജോർലേഷനിൽ എന്താണ് ചെയ്യുക, നമ്മൾ മാക്സിലെയാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. മാക്സിലെ ഏതുമായിട്ടാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്? ട്രാൻസ്വേഴ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് നമ്മളവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതായത് ഫേസ് ബോ ട്രാൻസ്ഫർ വഴി നമ്മൾ ട്രാൻസ്വേഴ്സ് ഹൊറിസോണ്ടൽ ആക്സിസ്
എടുക്കുന്നുണ്ട്. അതായത് ഹിഞ്ച് ആക്സിസ് നോക്കിയാണ് നമ്മൾ ഫേസ് ബോ ട്രാൻസ്ഫർ മാക്സിലയുടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ട് ഓൾറെഡി നമുക്കിപ്പോൾ മാൻഡിബിൾ പൊസിഷൻ ചെയ്യുമ്പം സെൻട്രിക് റിലേഷനിലായി തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രിക് റിലേഷൻ ആൻഡ് വേർട്ടിക്കൽ റിലേഷൻ. അതും നമ്മൾ വേർട്ടിക്കൽ ജോ റിലേഷൻ്റെ ഡിസ്കഷൻ സമയത്ത് പറഞ്ഞതാണ്. നമുക്കിപ്പോൾ ഇൻക്രീസ്ഡ് വേർട്ടിക്കൽ ഡയമെൻഷൻ വരികയാണെങ്കിലും ഡിക്രീസ്ഡ് ഡയമെൻഷൻ വരികയാണെങ്കിലും എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരിക എന്ന് നമ്മൾ ആ സ്ലൈഡ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ, അതായത് ഇപ്പോൾ ഇൻക്രീസ്ഡ് വേർട്ടിക്കൽ ഡയമെൻഷൻ വരുമ്പോഴും സെൻട്രിക് റിലേഷന് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ആയിട്ട് വേർട്ടിക്കൽ ഡയമെൻഷൻ കൊടുത്താലും സെൻട്രിക് റിലേഷന് പ്രശ്നം വരും. ഇനി അടുത്തത് റീപ്രൊഡ്യൂസബിൾ. സെൻട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് സെൻട്രിക് റിലേഷനെ വെരിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ അത്രയാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. അടുത്തത് കംഫർട്ടബിൾ. പേഷ്യൻറ്റ് നമ്മൾ സെൻട്രിക് റിലേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ടീത്ത് സെറ്റ് എന്താ പറയുക, പേഷ്യൻറ്റിന് നല്ല കൺവീനിയൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ കംഫർട്ടബിളും ആയിരിക്കും. അപ്പോൾ നമ്മൾ സെൻട്രിക് റിലേഷനിൽ തന്നെ കംപ്ലീറ്റ് ഡെഞ്ചർ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. സെൻട്രിക് റിലേഷൻ ഗൈഡൻസ് ടെക്നിക്, അതായത് എന്തൊക്കെ ടെക്നിക്സാണ് നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ട് സെൻട്രിക് റിലേഷനിൽ ബൈറ്റ് ചെയ്യിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഇഡഞ്ചുലസ് ആയിട്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് പല്ലുകളില്ലാണ്ടിരിക്കുന്ന പേഷ്യൻസിന് അവർക്കൊരു ഹാബിച്വൽ ബൈറ്റ് കാണും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഫ്രണ്ടിലേക്കായിരിക്കും കടിക്കുക, മാൻഡിബിൾ ഇച്ചിരി ഫ്രണ്ടിലേക്ക് വന്നായിരിക്കും ബൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ചില പേഷ്യൻസിൽ നമുക്ക് പേഷ്യൻറ്റിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ പേഷ്യൻറ്റ് സ്വയം തന്നെ സെൻട്രിക്കിലേക്ക് പിന്നെ ബൈറ്റ് ചെയ്ത് തുടങ്ങും. ചിലർക്ക് അങ്ങനെയല്ല, പേഷ്യൻറ്റും കൂടെ ക്ലിനീഷ്യൻ്റെയും ഹെൽപ്പ് വേണ്ടി വരും. ചിലർക്ക് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഇപ്പം ന്യൂറോമസ്കുലർ പ്രശ്നങ്ങളുള്ള പേഷ്യൻസൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലിനീഷ്യൻ തന്നെ സെൻട്രിക്കിലേക്ക് ബൈറ്റ് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ മാൻഡിബിളിനെ റിട്രൂഡ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ആക്റ്റീവ് മെത്തേഡും ഉണ്ട്, പാസീവ് മെത്തേഡും ഉണ്ട്. അപ്പോൾ അതിൽ ആക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് സ്വയം തന്നെ റിട്രൂഡ് ചെയ്ത് മാൻഡിബിൾ റിട്രൂഡ് ചെയ്ത് ബൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു ഫിസിക്കൽ അസിസ്റ്റൻസ് കൂടെ ഉണ്ടാവും. അതായത് ഒരു ഇച്ചിരി ഫിസിക്കലായിട്ട് എന്താ പറയുക, ഫോഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഒന്ന് ഗൈഡ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ സെൻട്രിക് റിലേഷനിലേക്ക് ബൈറ്റ് ചെയ്യിപ്പിക്കാം. ഇനി അടുത്ത് പാസീവ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് തന്നെ നമ്മൾ കുറച്ച് നേരം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു ഒരു 1-2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻറ്റ് തന്നെ സ്വയമായിട്ട് എന്താ പറയുക സെൻട്രിക്കിലേക്ക് ബൈറ്റ് ചെയ്യാൻ, അതായത് മാൻഡിബിൾ ഇച്ചിരി റിട്രൂഡ് ചെയ്ത് ബൈറ്റ് ചെയ്യാൻ പേഷ്യൻറ്റിന് സാധിക്കും. പേഷ്യൻറ്റിനെ സെൻട്രിക് റിലേഷനിൽ ബൈറ്റ് ചെയ്യിക്കുന്ന ചില മെത്തേഡ്സ് നമുക്ക് നോക്കാം. അതിൽ ഒന്ന് ചിൻ പോയിൻറ്റ് ഗൈഡൻസ് ഉണ്ട്, ഡോസൻസ് ബൈമാനുവൽ മാനിപ്പുലേഷൻ ഉണ്ട്, ടങ് ടു പാലറ്റ് ഉണ്ട്. അതിൽ ചിൻ പോയിൻറ്റ് ഗൈഡൻസും ഡോസൻസ് ബൈമാനുവൽ മാനിപ്പുലേഷനും ആക്റ്റീവ് മെത്തേഡ്സാണ്. ടങ് ടു പാലറ്റ് പാസീവ് മെത്തേഡാണ്. അതിൽ ചിൻ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ആ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ, അതായത് തമ്പും 4 ഫിംഗറും യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് പേഷ്യൻ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ തമ്പിലായിട്ട് ചെറുതായിട്ട് ഒരു ഫോഴ്സ്, അതായത് ചെറുതാണെങ്കിലും ഫേമായിട്ടുള്ളൊരു ഫോഴ്സ് പോസ്റ്റീരിയറിലേക്ക് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ആൻറ്റീരിയറിലേക്ക് മാൻഡിബിൾ കൊണ്ടുവരാതെ സെൻട്രിക്കിൽ തന്നെ ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോഴ്സ് അവിടെ കൊടുക്കുന്നത്. ഇനി അടുത്തത് ഡോസൻസ് ബൈമാനുവൽ മാനിപ്പുലേഷനാണ്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ എല്ലാ ഫിംഗേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്താ പറയുക 2 സൈഡിലായിട്ട്. പിന്നെ ഡെൻറ്റിസ്റ്റ് പേഷ്യൻ്റെ ബാക്കിൽ വേണം നിൽക്കാനുള്ളത്, ബാക്കിൽ നിന്ന് വേണം ഇത് പെർഫോം ചെയ്യാൻ. അതായത് തമ്പ് എന്താ പറയുക മാൻഡിബിളിൻ്റെ മിഡ് ലൈനിലായിട്ട് മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ പിടിച്ച് ബാക്കി 4 ഫിംഗേഴ്സും ബോർഡർ ഓഫ് ദ മാൻഡിബിളിലായിട്ട് പിടിച്ചിട്ട് പേഷ്യൻറ്റിനോട് വായ നന്നായിട്ട് വൈഡായിട്ട് ഓപ്പൺ ചെയ്തിട്ട് സ്ലോ ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറയുക. ഇതുപോലെ തന്നെ ബാക്ക്വേർഡ് ഒരു പ്രഷർ കൊടുത്ത് പേഷ്യൻറ്റിനെ കൊണ്ട് സെൻട്രിക്കിലായിട്ട് ബൈറ്റ് ചെയ്യിക്കുക. ഇനി അടുത്ത ടങ് ടു പാലറ്റ്, അത് പാസീവ് ആണ്. അത് നമ്മൾ പേഷ്യൻറ്റിനോട് ഒത്തിരി വട്ടം വായ തുറക്കാനും അടയ്ക്കാനും ഒക്കെ ആദ്യം പറഞ്ഞു നോക്കുക. എന്നിട്ടൊന്നും സെൻട്രിക് റിലേഷനിൽ ബൈറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനോട് ടങ് ലിഫ്റ്റ് ചെയ്തിട്ട് അപ്പർ ഡെഞ്ചറിൻ്റെ ബാക്കിലായിട്ട് നാവ് തൊടിക്കുക. അതായത് ആ പാലറ്റൽ പോർഷൻ, അതായത് പാലറ്റൽ പോർഷനിൽ തൊടാൻ പറ്റില്ല എങ്കിലും ഡെഞ്ചറിൻ്റെ ബാക്കിലായിട്ട് നാവ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സ്വാളോ ചെയ്ത് ബൈറ്റ് ചെയ്യാൻ പറയുക.
ആ സമയത്ത് സെൻട്രിക് റിലേഷൻ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. സെൻട്രിക് ജോ റിലേഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിലെ എല്ലാ മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. MCQs ഒക്കെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ആണെന്ന് നോക്കുകയാണെങ്കിൽ 3 മെത്തേഡ്സ് ആണ് മെയിനായിട്ടുള്ളത്. സ്റ്റാറ്റിക് മെത്തേഡ് ഉണ്ട്, ഫങ്ഷണൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക് മെത്തേഡ് ഉണ്ട്. സ്റ്റാറ്റിക് മെത്തേഡിൽ 2ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാക്സ് ഒക്ലൂസൽ റിംസും ഉണ്ട്, ഇൻ്റർ ഒക്ലൂസൽ ചെക്ക് റെക്കോർഡ്സും ഉണ്ട്. അടുത്തിനി ഫങ്ഷണൽ മെത്തേഡിനെ നമുക്ക് ചൂയിൻ മെത്തേഡെന്ന് വേറൊരു പേരിൽ പറയുകയും ചെയ്യാം. അപ്പോൾ ഫങ്ഷണൽ മെത്തേഡിൽ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീഡിൽ ഹൗസ് മെത്തേഡ് ഉണ്ട്, പാറ്റേഴ്സൺ മെത്തേഡ് ഉണ്ട്, മേയേഴ്സ് മെത്തേഡ് ഉണ്ട്. ഇനി അടുത്ത് ഗ്രാഫിക് മെത്തേഡാണ് ലാസ്റ്റ് ഉള്ളത്. അതിൽ തന്നെ ഗോത്തിക് ആർച്ച് ട്രേസിങ്ങും ഉണ്ട്, പാൻറ്റോഗ്രാഫിക് ട്രേസിങ്ങും ഉണ്ട്. സ്റ്റാറ്റിക് മെത്തേഡിൽ ആദ്യത്തേത് വാക്സ് ഒക്ലൂസൽ റിം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ആൾക്കാരെല്ലാം ചെയ്തിട്ടുള്ള സെൻട്രിക് റിലേഷൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ വാക്സ് ഒക്ലൂസൽ റിംസിൽ തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സാധാരണ പോലെ ആദ്യം മാക്സിൽ നമ്മൾ ഓറിയൻറ്റ് ചെയ്യുന്നു. ഫോക്സ് പ്ലെയിൻ ഉപയോഗിച്ച് നമ്മൾ അതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഫുൾനെസ് ചെക്ക് ചെയ്യുന്നു, ഹൈറ്റ് ചെക്ക് ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓറിയൻറ്റേഷൻ ജോ റിലേഷനാണ് ആദ്യം ചെയ്യുക. ഫേസ് ബോ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ഓറിയൻറ്റേഷൻ ജോ റിലേഷൻ ഉള്ളൂ എന്നല്ല. നമ്മൾ സാധാരണ ഫോക്സ് പ്ലെയിൻ വെച്ചിട്ട് മാക്സിലറി ഒക്ലൂസൽ റിം ഓറിയൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതും ഓറിയൻറ്റേഷൻ ജോ റിലേഷൻ തന്നെയാണ്. പിന്നെ പ്രോപ്പറായിട്ട് നമ്മളവിടെ ഹിഞ്ച് ആക്സിസ് റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫോക്സ് പ്ലെയിൻ വെച്ചിട്ട് ആദ്യം ഓറിയൻറ്റേഷൻ ജോ റിലേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേർട്ടിക്കൽ ജോ റിലേഷൻ ചെയ്യുക. അതായത് വേർട്ടിക്കൽ ഡയമെൻഷനൊക്കെ നോക്കുന്നു, VDOയും VDRും ഒക്കെ മെഷർ ചെയ്ത് അങ്ങനെ വേർട്ടിക്കൽ ജോ റിലേഷൻ കഴിയുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹൊറിസോണ്ടൽ ജോ റിലേഷനിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഫുൾ അങ്ങനെ കഴിഞ്ഞു. സെൻട്രിക് റിലേഷനിൽ പേഷ്യൻറ്റിനെ ബൈറ്റ് ചെയ്യിക്കുക. ആദ്യം പാസീവ് മെത്തേഡ്സ് എല്ലാം നോക്കും. പേഷ്യൻറ്റിനെ കൊണ്ട് എന്താ പറയുക, ആദ്യം ഒരുപാട് വട്ടം വായ തുറക്കാനും അടയ്ക്കാനും പറഞ്ഞ് പേഷ്യൻ്റ് തന്നെ ബൈറ്റ് ചെയ്യുന്നുണ്ടോ നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ ടങ് ടു പാലറ്റ് ടെക്നിക്ക് ചെയ്ത് നോക്കും. അതും അല്ലെങ്കിൽ ചിൻ പോയിൻറ്റ് ഗൈഡൻസ് വഴി പേഷ്യൻറ്റിനെ സെൻട്രിക്കിൽ ബൈറ്റ് ചെയ്തതിന് ശേഷം ആദ്യം മിഡ് ലൈൻ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കെനൈൻ ലൈൻസ് മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്മൈൽ ലൈനും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റിംസ് സെൻട്രിക് റിലേഷനിൽ വെച്ച് തന്നെ സീൽ ചെയ്യുന്നു. എങ്ങനെയൊക്കെ സീൽ ചെയ്യുന്നു? മിക്കപ്പോഴും ചെയ്യാറ് ഒരു വാക്സ് നൈഫ് ഹീറ്റ് ചെയ്തിട്ട് ഒരു ക്രോസ് മാർക്ക് പോസ്റ്റീരിയറിലായിട്ട്, അതായത് ഒരു മോളാർ റീജിയണിലായിട്ട് വാക്സ് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സ് നൈഫ് ഉപയോഗിച്ച് ഒരു ക്രോസ് മാർക്ക് കൊടുത്ത് സീൽ ചെയ്യും. അതും അല്ലെങ്കിൽ നമുക്ക് സ്റ്റേപ്പിൾ പിൻസ് ഉപയോഗിച്ചിട്ട് പിൻ ചെയ്യാം. അപ്പർ റിമും ലോവർ റിമും കൂടെ ചേർത്ത് പിൻ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് നിക്ക് ആൻഡ് നോച്ച് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സെൻട്രിക് റിലേഷനിലിരിക്കുന്ന ഒക്ലൂസൽ റിമിനെ നമുക്ക് സീൽ ചെയ്യാം. ഒക്ലൂസൽ റിം സെൻട്രിക് റിലേഷനിൽ നമ്മൾ സീൽ ചെയ്യുമ്പോൾ എന്താ പറയുക, ഹീറ്റിംഗ് മെത്തേഡും അതുപോലെ തന്നെ സ്റ്റേപ്പിൾ പിൻസും ഇപ്പോൾ അങ്ങനെ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് ബേണിങ് ആൻഡ് ഇഞ്ചുറിങ് ലിപ്പ് ആൻഡ് ചീക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ല ഹീറ്റ് ചെയ്തിട്ടുള്ള വാക്സ് നൈഫാണ്. അപ്പോൾ അത് പേഷ്യൻസിന് ഇച്ചിരി ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർ ചിലപ്പോൾ അനങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ റിട്രാക്ട് ചെയ്ത് പിടിച്ചേക്കുന്ന സമയത്ത് കൈ ഇച്ചിരി ലൂസാവോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ചീക്കിലും ലിപ്സിലും ഒക്കെ ഈ ചൂടായ എന്താ പറയുക വാക്സ് നൈഫ് പെട്ടിട്ട് മുറിയാനോ പൊള്ളാനോ ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിങ് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ, അതായത് സ്റ്റേപ്പിൾ പിൻസ് വെക്കുമ്പോൾ നമ്മൾ ഇച്ചിരി പ്രഷർ അങ്ങോട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ആ ഒരു സെൻട്രിക് റിലേഷനിലിരിക്കുന്നതിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആ പിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്താ പറയുക ഒക്ലൂഷൽ റിമൊന്ന് അനങ്ങോ, അങ്ങനെ അപ്പോൾ സെൻട്രിക് റിലേഷൻ ഒന്ന് മാറുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തേക്കുന്ന സീലിംഗ് ടെക്നിക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ക് ആൻഡ് നോച്ച് മെത്തേഡാണ് മോസ്റ്റ് പ്രിഫേർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രഷറോ അല്ലെങ്കിൽ ഇഞ്ചുറിയുടെയോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇതിൽ അപ്പർ റിമ്മിൽ മോളാർ റീജിയണിലായിട്ട് ഒരു നോച്ച്, ഒരു വി ഷേപ്പ് നോച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ അപ്പർ റിമ്മിൻ്റെ തന്നെ പ്രീമോളാർ റീജിയനിൽ, അതായത് ആ നോച്ച് ഉണ്ടാക്കിയ ഒരു ഇച്ചിരി ആൻറ്റീരിയറായിട്ട് ഒരു ചെറിയൊരു നിക്കും പ്രിപ്പയർ ചെയ്യും.
അപ്പർ റിമിൽ നമ്മൾ വി ഷേപ്ഡ് നോച്ച് കൊടുക്കുന്നത് ആൻറ്റീരിയർ പോസ്റ്റീരിയർ മൂവ്മെൻറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളൊരു നിക്ക് പ്രീമോളാർ റീജിയനിൽ കൊടുക്കുന്നത് ലാറ്ററൽ മൂവ്മെൻറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലോവർ റിമിൽ പോസ്റ്റീരിയർ റീജിയനിലായിട്ട് നമ്മൾ ഒരു ട്രഫ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒക്ലൂഷൽ റിമിലേക്ക് നമ്മൾ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇൻ്റർ ഒക്ലൂസൽ റെക്കോർഡ് മെറ്റീരിയൽസ് ആണ്. അതപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇതിലേത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് സീൽ ചെയ്യാൻ യൂസ് ചെയ്യാം. അതായത് സോഫ്റ്റ് വാക്സ് യൂസ് ചെയ്യാം, സിങ്ക് ഓക്സൈഡ് യൂജിനോൾ ഇംപ്രഷൻ പേസ്റ്റ് ഉപയോഗിക്കാം, ക്വിക്ക് സെറ്റിംഗ് പ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ ബൈറ്റ് രജിസ്ട്രേഷൻ സിലിക്കൺ മെറ്റീരിയൽസും നമുക്ക് ഒക്ലൂഷൽ റിം സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിക്ക് ആൻഡ് നോച്ചും ട്രഫും ഒക്കെ ഒക്ലൂഷൽ റിമിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം വീണ്ടും പേഷ്യൻ്റെ വായിലേക്ക് ഈ ഒക്ലൂഷൽ റിംസ് ഇൻസേർട്ട് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ കൊണ്ട് ഒന്നുകൂടെ ബൈറ്റ് ചെയ്ത് നോക്കുക. അതായത് സെൻട്രിക്കുലേഷനിൽ തന്നെയാണോ ബൈറ്റ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഏത് മെറ്റീരിയലാണോ നമ്മൾ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർ ഒക്ലൂസൽ മെറ്റീരിയൽ എടുത്തിട്ട് പേഷ്യൻറ്റിനോട് സെൻട്രിക്കിൽ ബൈറ്റ് ചെയ്യാൻ പറയുക. എന്നിട്ട് ഇപ്പോൾ സിങ്ക് ഓക്സൈഡ് യൂജിനോൾ പേസ്റ്റാണ് എടുത്തതെങ്കിൽ അത് ആ സ്പേസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പേഷ്യൻറ്റിനോട് മാൻഡിബിൾ റിട്രൂഡ് ചെയ്ത് ബൈറ്റ് ചെയ്യാൻ പറയുക. കുറച്ച് നേരം അങ്ങനെ ബൈറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ ആ ഇൻ്റർ ഒക്ലൂസൽ റെക്കോർഡ് സെറ്റ് ആവുന്നത് ആ സമയത്ത് എന്താ പറയുക റിംസും സീലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അപ്പറും ലോവറും ഒക്ലൂഷൽ റിം ഒരുമിച്ച് സീല് ബ്രേക്ക് ചെയ്യാണ്ട് എടുക്കുക. ഈ മെത്തേഡ് നിക്ക് ആൻഡ് നോച്ച് മെത്തേഡിൽ ഇങ്ങനെയാണ് നമ്മൾ ഒക്ലൂഷൽ റിംസ് സീൽ ചെയ്യുന്നത്. അടുത്തത് ഇൻ്റർ ഒക്ലൂസൽ ചെക്ക് റെക്കോർഡ്സ് ആണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോർലേഷൻ സ്റ്റെപ്പിലല്ല യൂസ് ചെയ്യുക. ഒന്നുകിൽ ഒരു ട്രൈയിൻ സ്റ്റേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഞ്ചർ ഇൻസേർഷൻ സമയത്തോ ആണ് ചെയ്ത് നോക്കുക. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആലോ വാക്സ് ആണ് ഈ ചെക്ക് റെക്കോർഡിനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പം എക്സിസ്റ്റിംഗ് ഡെഞ്ചർ ഉണ്ട് പേഷ്യൻ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടീത്ത് സെറ്റിങ്ങിൻ്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട് അത് സെൻട്രിക്കുലേഷനിലാണോ വെച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ആലോ വാക്സ് യൂസ് ചെയ്യാം. ആലോ വാക്സ് യൂസ് ചെയ്യുമ്പോൾ ആലോ വാക്സ് ഒന്ന് സോഫ്റ്റൻ ചെയ്തിട്ട് മാൻഡിബിളിൻ്റെ അതായത് മാൻഡിബുലാർ ടീത്ത് സെറ്റിങ്ങിൽ ഇരിക്കുന്നതിൻ്റെ ഒക്ലൂഷൽ സർഫസിലാണ് വെക്കുക. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ചെക്ക് റെക്കോർഡ് എടുത്ത് നോക്കുക. ഇൻ്റർ ഒക്ലൂസൽ ചെക്ക് റെക്കോർഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ട്രയൽ ചെയ്യുന്നൊരു അതായത് ട്രയൽ ഡെഞ്ചർ വെക്കുന്നൊരു പേഷ്യൻ്റെ കേസിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മാക്സിലറി ട്രൈൻ ചെയ്യുന്ന ട്രയൽ ഡെഞ്ചർ പേഷ്യൻ്റെ വായിലേക്ക് വെച്ചതിന് ശേഷം ലോവറിൽ ഈ പറഞ്ഞ പോലെ ആ ആലോ വാക്സ് ഒന്ന് ഇച്ചിരി സോഫ്റ്റൻ ചെയ്തായിരിക്കും ലോവറിൻ്റെ ഒക്ലൂസൽ സർഫസിൽ വെച്ചിട്ട് പേഷ്യൻ്റെ വായിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബൈറ്റ് ചെയ്യാൻ പറയുന്നു. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ബൈറ്റ് ചെയ്താൽ മതി, അല്ലാതെ നല്ല ക്ലോസ് ആയിട്ട് കടിച്ച് മെറ്റീരിയൽ മുറിച്ചെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ബൈറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഈ ഒക്ലൂസലിൻ്റെ ആ ഒരു മാർക്കിങ്സ് നമുക്ക് കിട്ടണമെന്നേ ഉള്ളൂ. ഒന്ന് ബൈറ്റ് ചെയ്യാൻ പറയുക. ഒക്ലൂഷനിൽ വെച്ചിട്ട് മെറ്റീരിയൽ സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യുക. സെറ്റാവുമ്പോൾ ആ റെക്കോർഡോടുകൂടി നമ്മൾ ഡെഞ്ചർ പേഷ്യൻ്റെ വായിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഇപ്പോൾ ട്രയൽ ഡെഞ്ചറാണ്. എന്നിട്ട് നമുക്ക് ആ മാക്സിലറി ട്രയൽ ഡെഞ്ചർ ഈ ആലോ വാക്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് തിരിച്ചത് ആർട്ടിക്കുലേറ്ററിലേക്ക് വെക്കുക. എന്നിട്ട് ഈ ലോവർ വിത്ത് ഇൻ്റർ ഒക്ലൂസൽ റെക്കോർഡ് തന്നെ ആർട്ടിക്കുലേറ്ററിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് മെല്ലെ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കുക ആർട്ടിക്കുലേറ്റർ. അപ്പോൾ ആർട്ടിക്കുലേറ്ററിൻ്റെ മാക്സിലറി ട്രയൽ ഡെഞ്ചർ വെക്കുമ്പോൾ ഈ ആലോ വാക്സിൽ വന്നേക്കുന്ന മാർക്കിങ്ങുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ സെൻട്രിക്കുലേഷന് പ്രശ്നമൊന്നുമില്ല. അതായത് പേഷ്യൻറ്റിൻ്റെ സെൻട്രിക്ക് തന്നെയാണ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ല, ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിക്കുലേഷന് ചെയ്തപ്പോൾ അതായത് ആ സെൻട്രിക് ജോർലേഷൻ ചെയ്തപ്പോൾ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വരിക. ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അല്ല രണ്ടിലും സെയിം ആയിട്ടാണെങ്കിൽ സെൻട്രിക്കുലേഷന് പ്രശ്നമൊന്നുമില്ല. ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ അടുത്ത് നമ്മുടെ ആ ഫങ്ഷണൽ മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടാണ് സെൻട്രിക്കുലേഷൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ മൂവ്മെൻറ്റ്സ് ആണ് പെർഫോം ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്രൂസീവ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ലാറ്ററൽ എസ്കർസീവ് മൂവ്മെൻറ്റ്സും ചെയ്യിപ്പിച്ച് പേഷ്യനെ കൊണ്ട് മോസ്റ്റ് റിട്രൂഡഡ് പൊസിഷനിൽ മാൻഡിബിളിനെ ബൈറ്റ് ചെയ്യിച്ചാണ് സെൻട്രിക്കുലേഷൻ റെക്കോർഡ് ചെയ്യുന്നത്.
ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു പുതിയ റിമ്മ് ഫാബ്രിക്കേറ്റ് ചെയ്യണം. കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉള്ള, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, സാധാരണ രീതിയിലൊരു വേർട്ടിക്കൽ ഡയമെൻഷൻ കണ്ടുപിടിച്ച്, അതായത് വേർട്ടിക്കൽ ജോർലേഷൻ വഴി ചെയ്ത് നമ്മളൊരു വേർട്ടിക്കൽ ഡയമെൻഷനിൽ വെച്ചിട്ടുണ്ട്. ആ റിമ്മിനേക്കാൾ ഇച്ചിരി കൂടെ ഹൈറ്റ് കൂടുതലായി ഒരു വേർട്ടിക്കൽ ഒരു വീഡിയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഫങ്ഷണൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഒക്ലൂസൽ റിം ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് കാര്യം നമ്മൾ വീണ്ടും അതിൽ ഫങ്ഷണൽ മൂവ്മെൻറ്റ്സ് ചെയ്ത് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ വേർട്ടിക്കൽ ഡയമെൻഷനിലേക്ക് വരിക തന്നെ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫങ്ഷണൽ മൂവ്മെൻറ്റ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് എന്താ പറയുക, ഈ ഹൈറ്റ് കൂടിയിരിക്കുന്ന പോർഷൻസ് ഗ്രൈൻഡ് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് ഒറിജിനൽ വീഡി തന്നെ പിന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വീഡി കൂട്ടി വെച്ചിട്ടാണ് നമ്മളിതിൽ ഒക്ലൂഷൽ റിം പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഫങ്ഷണൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീഡിൽ ഹൗസ് മെത്തേഡ് ഉണ്ട്, പാറ്റേഴ്സൺസ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ മേയേഴ്സ് മെത്തേഡുമാണുള്ളത്. ഫങ്ഷണൽ മെത്തേഡിൽ ആദ്യത്തേത് നീഡിൽ ഹൗസ് മെത്തേഡാണ്. ഇതിൽ നമ്മൾ റിംസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് വാക്സിലല്ല, പകരം ഇംപ്രഷൻ കോമ്പൗണ്ടിലാണ് ഒക്ലൂഷ്യൽ റിംസ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ തന്നെ മാക്സിലറി ഒക്ലൂഷ്യൽ റിമ്മിൽ 4 മെറ്റൽ ബോൾസ് അല്ലെങ്കിൽ മെറ്റൽ സ്റ്റൈലെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണം കെനൈൻ റീജിയനിലും 2 എണ്ണം മോളാർ റീജിയനിലുമാണ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ലോവറും അതെ ഇംപ്രഷൻ കോമ്പൗണ്ടിൽ തന്നെയാണ് റിമ്മ് ഫാബ്രിക്കേറ്റ് ചെയ്യുക. അപ്പർ റിമ്മും ലോവർ റിമ്മും പേഷ്യൻ്റെ വായിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ബൈറ്റ് ചെയ്യാൻ പറയാം. ബൈറ്റ് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ കൊണ്ട് ബോർഡർ മൂവ്മെൻറ്റ്സ് പെർഫോം ചെയ്യിപ്പിച്ച് നോക്കുക. ഒന്നിലധികം തവണ പെർഫോം ചെയ്യിക്കുക. എന്നിട്ട് എന്താ പറയുക, നമ്മളിപ്പോൾ വീഡി കൂടുതലാണല്ലോ കൊടുത്തത്, അപ്പോൾ പിന്നെ ഒത്തിരി നേരം മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ കറക്റ്റ് വീഡിയിലേക്ക് വരും. അതായത് ആ ഹൈറ്റ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെച്ച ഹൈറ്റ് അതങ്ങ് ഗ്രൈൻഡ് ചെയ്ത് തന്നെ പോവും. നമുക്ക് ആ വീഡി അറ്റൈൻ ചെയ്തു എന്ന് തോന്നുന്ന സമയത്ത് ഒക്ലൂഷ്യൽ റിംസ് റിമൂവ് ചെയ്ത് നോക്കുക. ലോവർ റിമ്മിൽ നോക്കുകയാണെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഒന്നല്ല 4 3 ഡയമെൻഷണൽ ഡയമണ്ട് ഷേപ്പിൽ ട്രേസിങ് വന്നിട്ടുണ്ടാവും. ആ ഡയമണ്ട് ഷേപ്പിലെ ട്രേസിങ് എങ്ങനെയാണെന്ന് ആ സൈഡിലുള്ള പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലുള്ള ട്രേസിങ്സ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ റെക്കോർഡിങ്സ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ നീഡിൽ ഹൗസ് മെത്തേഡിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കുലേറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഹൗസ് ആർട്ടിക്കുലേറ്ററിലേക്കായിരിക്കണം ഇത് റെക്കോർഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഡയമണ്ട് ഷേപ്പിലെ മോസ്റ്റ് ആൻറ്റീരിയർ പോയിൻ്റാണ് സെൻട്രിക് റിലേഷനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ആർട്ടിക്കുലേറ്ററിൽ ട്രാൻസ്ഫർ ചെയ്ത ശേഷം ബാക്കി സ്റ്റെപ്സ് അതിലങ്ങ് കണ്ടിന്യൂ ചെയ്യുക. പാറ്റേഴ്സൺസ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ലൂഷ്യൽ റിം ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് വാക്സിൽ തന്നെയാണ്. ആ വാക്സിൽ ഒക്ലൂഷ്യൽ റിം ഫാബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷം മാൻഡിബുലാർ റിമ്മിൽ ഒരു ട്രഞ്ച് എന്ന് വെച്ചാൽ ട്രഞ്ച് അല്ലെങ്കിൽ ട്രഫ് ഒന്ന് ഉണ്ടാക്കി വെക്കുക. അതായത് മുഴുവനായിട്ട് തന്നെ, അതായത് ആ മാൻഡിബുലാർ റിമ്മ് കംപ്ലീറ്റ് ആയിട്ടെന്നല്ല, ആ നടുക്ക് കൂടെ ഒരു ട്രഞ്ച് അല്ലെങ്കിൽ ട്രഫ് പോലെ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് കാർബറാൻഡം പേസ്റ്റും പ്ലാസ്റ്ററും ഈക്വൽ മിക്സിൽ, ഇപ്പോൾ 1:1 അല്ലെങ്കിൽ 2:2 അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈക്വലായിട്ട് തന്നെ എത്ര കാർബറാൻഡം പേസ്റ്റ് ഉണ്ടോ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ പ്ലാസ്റ്ററും എടുക്കുക. അത് മിക്സ് ചെയ്തിട്ട് ഈ ട്രഫിലേക്ക് എന്താ പറയുക ഒഴിക്കുക. എന്നിട്ട് റിംസ് വായിലേക്ക് വെക്കുക. ലോവർ റിം വെക്കുക, അപ്പർ റിമ്മും വെച്ചിട്ട് പേഷ്യൻറ്റിനെ കൊണ്ട് മാൻഡിബുലാർ മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ അതിൽ കോമ്പൻസേറ്റിംഗ് കർവ്സ് ഫോം ആവും ഈ ലോവർ റിമ്മിൽ. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ വേർട്ടിക്കൽ ഡയമെൻഷൻ കറക്റ്റായിട്ട് അറ്റൈൻ ചെയ്തു എന്ന് തോന്നുന്നത് ആ സമയത്ത് പേഷ്യൻറ്റിനോട് മാൻഡിബിൾ റിട്രൂഡ് ചെയ്ത് സെൻട്രിക്കിൽ ബൈറ്റ് ചെയ്യാൻ പറയുക. അങ്ങനെ ബൈറ്റ് ചെയ്ത ശേഷം സ്റ്റേപ്പിൾസ് ഉപയോഗിച്ച് ആ വാക്സ് റിംസ് സീൽ ചെയ്ത ശേഷം പുറത്തെടുക്കുക. ഇതാണ് പാറ്റേഴ്സൺസ് മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി അടുത്ത് മേയേഴ്സ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മേയേഴ്സ് മെത്തേഡിൽ സോഫ്റ്റ് വാക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഒരു ജനറേറ്റഡ് ഫങ്ഷണൽ പാത്വേ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ മാൻഡിബിൾ റിട്രൂഡ് ചെയ്ത് ഘടിപ്പിക്കുക. അങ്ങനെയാണ് സെൻട്രിക് റിലേഷൻ മേയേഴ്സ് മെത്തേഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തത് ഗ്രാഫിക് മെത്തേഡാണ്. ഗ്രാഫിക് മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ സെൻട്രിക് റിലേഷൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴത് ഗ്രാഫിൻ്റെ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ട്രേസിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കാം എന്താ പറയുക സെൻട്രിക് റിലേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഗ്രാഫിക് മെത്തേഡിൽ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഗോത്തിക് ആർച്ച് അല്ലെങ്കിൽ പാൻഡോഗ്രാഫിക് ട്രേസിംഗ് ആണുള്ളത്. അതിൽ ഗോത്തിക് ആർച്ച് ട്രേസിങ്ങിനെ തന്നെ നീഡിൽ പോയിൻ്റ് ട്രേസിംഗ് എന്ന് പറയാം, അതും അല്ലെങ്കിൽ ആരോ പോയിൻ്റ് ട്രേസിംഗ് എന്നും പറയാം. അപ്പോൾ അതിന്
ഗ്രാഫിക് മെത്തേഡിൽ 2 ടൈപ്പ് ട്രേസിംഗ് ആണുള്ളത്. ഗോത്തിക് ആർച്ച് ട്രേസിംഗും ഉണ്ട്, പാൻറ്റോഗ്രാഫിക് ട്രേസിംഗും ഉണ്ട്. ഗോത്തിക് ആർച്ച് ട്രേസിംഗ് ഈ ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തേക്കുന്നത് ഹേസയാണ്. ആ കോൺസെപ്റ്റിനെ പോപ്പുലറൈസ് ചെയ്തേക്കുന്നത് ഗൈസയാണ്. ഗോത്തിക് ആർച്ച് ട്രേസിങ്ങിനെ തന്നെ നമുക്ക് ആരോ ഹെഡ് ട്രേസിംഗ് എന്നും അതുമല്ലെങ്കിൽ നീഡിൽ പോയിന്റ് ട്രേസിംഗ് എന്നും നമുക്കങ്ങനെ 2 പേരുകളിലും പറയുന്നത് ഈ ഗോത്തിക് ആർച്ച് ട്രേസിങ്ങിനെ തന്നെയാണ്. ഇനി ഗോത്തിക് ആർച്ച് ട്രേസിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലസും ഒരു റെക്കോർഡിംഗ് പ്ലേറ്റും ഉണ്ട്. സ്റ്റൈലസ് മാക്സിലറി ഒക്ലൂഷ്യൽ റിമ്മിൽ അറ്റാച്ച് ചെയ്യും. അതുപോലെ റെക്കോർഡിംഗ് പ്ലേറ്റ് മാൻഡിബുലാർ ഒക്ലൂഷ്യൽ റിമ്മിലുമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുക. ഇനി ഗോത്തിക് ആർച്ച് ട്രേസിംഗ് തന്നെ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. എക്സ്ട്രാ ഓറൽ ട്രേസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രാ ഓറൽ ട്രേസിംഗും ഉണ്ട്. എക്സ്ട്രാ ഓറൽ ട്രേസിംഗ് ഡിവൈസ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ബെയറിംഗ് ഡിവൈസും ഉണ്ട്, ട്രേസിംഗ് ഡിവൈസും ഉണ്ട്. ഈ സെൻട്രൽ ബെയറിംഗ് ഡിവൈസിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. സെൻട്രൽ ബെയറിംഗ് പോയിന്റും ഉണ്ട്, സെൻട്രൽ ബെയറിംഗ് പ്ലേറ്റും ഉണ്ട്. സെൻട്രൽ ബെയറിംഗ് പ്ലേറ്റ് ആണ് മാക്സിലറി ഒക്ലൂസൽ റിമ്മിൽ വരിക. എന്നിട്ട് സെൻട്രൽ ബെയറിംഗ് പോയിന്റ് ലോവർ റിമ്മിലുമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത് ഈ സെൻട്രൽ ബെയറിംഗ് ഡിവൈസ് എവിടെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലായിട്ടാണ്. അതായത് ഇപ്പം മാക്സിലയുടെ ആ ഒരു പാലറ്റൽ റീജിയനിലും ലോവറിൽ വരുന്നത് സെൻട്രൽ ബെയറിംഗ് പോയിന്റ് ആണ്. അത് ആ ഒരു ലിംഗ്വൽ സർഫസിലുമായിട്ടാണ് വരിക. നമ്മൾ ഇത് ഒക്ലൂഷ്യൽ റിമ്മിലേക്ക് എന്താ പറയുക, ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ പോയിന്റ്സ് ഉണ്ട്. ഇപ്പം 3 പോയിന്റ്സ് ഉണ്ട്. ആ 3 പോയിന്റ്സിൻ്റെ അവിടുത്തെ ആ ഒക്ലൂഷ്യൽ റിം ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് നമ്മൾ ആ റിമ്മിലേക്ക് ഇറക്കിയാണ് അത് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത അതിലെ ട്രേസിംഗ് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലസും ഉണ്ട്, റെക്കോർഡിംഗ് പ്ലേറ്റും ഉണ്ട്. ഈ സ്റ്റൈലസ് അറ്റാച്ച് ചെയ്യുക മാക്സിലറി ഒക്ലൂസൽ റിമ്മിലും റെക്കോർഡിംഗ് പ്ലേറ്റ് വരുന്നത് ലോവർ റിമ്മിലുമാണ്. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്ലൂഷ്യൽ റിമ്മിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ സ്റ്റൈലസിൽ ഒരു പോയിൻറ്റഡ് ഒരു മെറ്റൽ പീസ് ഉണ്ട്, ഒരു ഇച്ചിരി സ്പ്രിങ് അറ്റാച്ച്ഡ് ആണ്. അതാണ് ഈ റെക്കോർഡിംഗ് പ്ലേറ്റിലേക്ക്, അതായത് ലോവറിലിരിക്കുന്ന റെക്കോർഡിംഗ് പ്ലേറ്റിലേക്ക് മുട്ടിയിട്ട് പേഷ്യൻ്റ് മാൻഡിബുലാർ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ, അതായത് ലൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ്സും പ്രൊട്രൂസീവ് മൂവ്മെൻറ്റും ചെയ്യുമ്പോൾ ട്രേസിങ് നമുക്ക് കിട്ടുന്നത് ഈ സ്റ്റൈലസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഇനി ഇൻട്രാ ഓറൽ ട്രേസേഴ്സ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻട്രാ ഓറൽ ട്രേസേഴ്സിലും സെൻട്രൽ ബെയറിംഗ് ഡിവൈസ് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പറിൽ സെൻട്രൽ ബെയറിംഗ് പ്ലേറ്റും ലോവറിൽ സെൻട്രൽ ബെയറിംഗ് പോയിൻറ്റുമാണ് ഉണ്ടാവുക. അതിലെ അപ്പറിലെ അതായത് മാക്സിലറിയിൽ വെക്കുന്ന സെൻട്രൽ ബെയറിംഗ് പ്ലേറ്റ് തന്നെയാണ് ട്രേസിംഗ് പ്ലേറ്റായിട്ടും ആക്ട് ചെയ്യുക. അതുപോലെ ലോവറിൽ വെക്കുന്ന സെൻട്രൽ ബെയറിംഗ് പോയിന്റ് തന്നെയാണ് സ്റ്റൈലസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾക്കിപ്പോൾ അപ്പറിലെ ആ ട്രേസിംഗ് പ്ലേറ്റിൻ്റെ അവിടെ സിങ്ക് ഓക്സൈഡ് യൂജിനോളിലെ പേസ്റ്റ് എങ്ങാനും ഒന്ന് ചെറുതായിട്ടൊന്ന് തടവിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് തന്നെ വായിൽ വെച്ചിട്ട്, അതായത് ഒക്ലൂഷ്യൽ റിമ്മിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം പേഷ്യൻ്റെ വായിൽ ഇൻസേർട്ട് ചെയ്തിട്ട് മാൻഡിബിൾ, അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ്സും പ്രൊട്രൂസീവ് മൂവ്മെൻറ്റും ചെയ്യുമ്പോൾ ഈ പറയുന്ന സെൻട്രൽ ബെയറിംഗ് പ്ലേറ്റിൽ നമുക്ക് ആ ട്രേസിംഗ് കിട്ടും. അങ്ങനെയാണ് ഇൻട്രാ ഓറൽ ട്രേസേഴ്സിൽ വരിക. അഡ്വാൻറ്റേജസ് ഓഫ് ഗോത്തിക് ആർച്ച് ട്രേസിംഗ് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളത്. അതായത് സെൻട്രൽ റിലേഷൻ റെക്കോർഡ് ചെയ്യാൻ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇത് ഗോത്തിക് ആർച്ച് ട്രേസിംഗ് ആണ്. അതുപോലെ തന്നെ അലോസ് ഈക്വലൈസേഷൻ ഓഫ് പ്രഷർ ഓൺ സപ്പോർട്ടിംഗ് ടിഷ്യൂസ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, മാൻഡിബുലാർ മൂവ്മെൻറ്റ്സ് തന്നെയല്ലേ, വേറെ എക്സ്ട്രാ പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സപ്പോർട്ടിംഗ് ടിഷ്യൂസിനും വേറെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ലൊക്കേറ്റ് സെൻറ്റർ ഓഫ് ആർച്ചസ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം സെൻട്രൽ ബെയറിംഗ് എന്താ പറയുക, സെൻട്രൽ ബെയറിംഗ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് ആർച്ചിൻ്റെ മിഡിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഇതിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പോലെ ജോർലേഷൻ മാത്രം ചെയ്താൽ പോരാ. ജോർലേഷൻ കഴിഞ്ഞതിന് ശേഷവും എന്താ പറയുക, നമുക്ക് ട്രേസേഴ്സ് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തിട്ട് തന്നെയും ഇത് ഈ പറഞ്ഞതുപോലെ സെൻറ്ററൊക്കെ കറക്റ്റായിട്ടാണോ പ്രോപ്പറായിട്ടാണോ വന്നതെന്ന് നോക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ട്രേസേഴ്സ് അറ്റാച്ചിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ. അടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രേസർ അറ്റാച്ച് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, പേഷ്യൻറ്റിനെ കൊണ്ട് ട്രേസിങ് ട്രെയിൻ ചെയ്യിക്കുകയും വേണം. അപ്പോൾ പേഷ്യൻ്റ് ഒരു ഇച്ചിരി ടയേർഡായി പോകും. കാര്യം പേഷ്യൻ്റ് ഇതുമായിട്ട് ഫെമിലിയർ അല്ലല്ലോ. നമുക്കിപ്പം റൈറ്റ് ലാറ്ററൽ ലെഫ്റ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ് വേണം, അതുപോലെ പ്രൊട്രൂസീവ് മൂവ്മെൻറ്റ് വേണം. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒരു 3-4 വട്ടം ഇത് ചെയ്യിപ്പിച്ച് നോക്കിയാലേ നമുക്ക് ഈ ട്രേസിങ്ങും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പേഷ്യൻറ്റും ഇച്ചിരി
എന്താ പറയുക ടയർഡായി പോകും ഈ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗോത്തിക് ആർച്ച് ട്രേസിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗോത്തിക് ആർച്ച് ട്രേസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രേസിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആരോ ഷേപ്പിലൊരു ഷേപ്പാണ് നമുക്ക് കിട്ടുക. ഇതിൽ റൈറ്റിലേക്ക് വരുന്നത് റൈറ്റ് ലാറ്ററൽ ചെയ്യുമ്പോൾ ഉള്ള മൂവ്മെൻറ്റും പിന്നെ ലെഫ്റ്റ് ലാറ്ററൽ മൂവ്മെൻറ്റും പിന്നെ പ്രൊട്രൂസീവ് ചെയ്യുമ്പോഴാണ് ഈ താഴേക്കുള്ള ആ ഒരു ലൈനും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ പല ഷേപ്പുകളിൽ, അതായത് ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലെ തന്നെ ഇച്ചിരി വ്യത്യാസത്തിലൊക്കെ കിട്ടാം. ഇതിപ്പം മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ക്ലാസിക്കൽ പോയിൻറ്റഡ് ഫോമാണ്. ഈ പിക്ചറിലുള്ളത് പോലെ തന്നെ പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള ഒരു ആരോ മാർക്കാണ് ക്ലാസിക്കൽ പോയിൻറ്റഡ് ഫോം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നത് പേഷ്യൻ്റ് മസിൽ ഗൈഡൻസ് ഒക്കെ പ്രോപ്പറായിരുന്നു, പേഷ്യൻ്റ് പ്രോപ്പറായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് റൈറ്റ് ലാറ്ററലും ലെഫ്റ്റ് ലാറ്ററലും ഒക്കെ സിമ്മെട്രിക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആരോ വന്നേക്കുന്ന ആ ജംഗ്ഷൻ അതും പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഈ 3 ലൈനും ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് പേഷ്യൻറ്റിൻ്റെ സെൻട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് തൊട്ട് ചെറിയ ചെറിയ എന്താ പറയുക ട്രബിൾ ഷൂട്ടിംഗ് ആണ്. അതായത് ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള എന്താ പറയുക ട്രേസിങ്സ് ആണ് ഇനി അങ്ങോട്ട് പറയുന്നത്. ക്ലാസിക്കൽ ഫ്ലാറ്റ് ഫോം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇരിക്കും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് കോണ്ടൈൽസ് ഇൻ ദ ഫോസ കാരണമാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ട്രേസിങ് കിട്ടുന്നത്. ഒരു ചെറിയൊരു വളമൊക്കെ ഉണ്ട്. നമ്മൾ പേഷ്യൻറ്റിനെ ട്രെയിൻ ചെയ്ത് അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഗോത്തിക് ആർച്ച് ട്രേസിങ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇപ്പോൾ പിക്ചറിൽ ഇച്ചിരി ബ്ലണ്ടായിട്ട് ഷാർപ്പായിട്ടല്ല ആ എഡ്ജസ് വന്നേക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമ്മൾ ഇച്ചിരി കൂടെ ട്രെയിൻ ചെയ്യിച്ച്, അതായത് ഒരു കുറേ സമയം എടുക്കും. നമ്മളിപ്പം പേഷ്യൻറ്റിനെ നന്നായി ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ഒരു ക്ലാസിക്കൽ ഫോമിൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഇച്ചിരി വീക്കായിപ്പോൾ, അതായത് പേഷ്യൻറ്റിന് ആ ഒരു ഇതിൽ എന്താ പറയുക ട്രേസിങ് ശരിയാവാത്തത് കൊണ്ടാണ്. ഒരു ഇച്ചിരി കൂടെ പേഷ്യൻറ്റിനോട് എന്താ പറയുക പേഷ്യൻറ്റിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് റെക്കോർഡ് ചെയ്യാവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ട്രേസിങ് കിട്ടും. അടുത്തത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അസിമെട്രിക് ഫോമാണ്. അതിലിപ്പോൾ ഈ പിക്ചർ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ആരോ പോയിൻ്റാണ് ഇച്ചിരി ഡിഫറൻസ് ഉള്ളത്, അതായത് ഇച്ചിരി കുഞ്ഞായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് 2 റീസണാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നുകിൽ പേഷ്യൻറ്റിൻ്റെ റൈറ്റ് ജോയിൻറ്റിന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് പ്രശ്നമുണ്ട്, അതായത് പേഷ്യൻറ്റിന് മൂവ് ചെയ്യുമ്പോൾ ജോയിൻറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ ആ റൈറ്റ് സൈഡിലുള്ള നമ്മൾ ആ കൊടുത്തേക്കുന്ന എന്താ പറയുക ഡെഞ്ചർ ബേസ് ചിലപ്പോൾ ഇച്ചിരി അവിടെ എങ്ങാനും ഷാർപ്പായിട്ടിരിക്കും, അതായത് പേഷ്യൻറ്റ് ഇച്ചിരി കുത്തുന്ന പോലത്തെ വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നായിരിക്കാം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിയേച്ചർ ഗോത്തിക് ട്രേസിംഗ് ആണ്. അതായത് റൈറ്റ് ലാറ്ററലും ലെഫ്റ്റ് ലാറ്ററലിനും പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക സൊല്യൂഷൻ ഇത് തന്നെ ആയിരിക്കാം. ഒന്നുകിൽ നമ്മൾ ഡെഞ്ചർ ബേസ് നോക്കുക, എന്തെങ്കിലും ഇൽ ഫിറ്റിംഗ് ആണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് പോയിൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ജോയിൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണണം, അതായത് റൈറ്റ് ലാറ്ററലും ലെഫ്റ്റ് ലാറ്ററലും മൂവ്മെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും നോക്കിയിട്ട് അതെന്താണ് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രേസിങ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വെർട്ടിക്കൽ ലൈൻ പ്രൊട്രൂഡ്സ് ബിയോണ്ട് ദ ആരോ പോയിന്റ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് കൂടുതൽ ഫോഴ്സ് കൊടുത്ത് പേഷ്യൻറ്റിനെ കൊണ്ട് മാൻഡിബിള് സെൻട്രിക്കിലാന്ന് കരുതി ഇച്ചിരി കൂടെ ഫോഴ്സ് കൊടുത്ത് കടിപ്പിക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ മാൻഡിബിൾ ഇച്ചിരി കൂടെ റിട്രൂഡഡ് പൊസിഷനിൽ പോകും. അപ്പോൾ അങ്ങനെ വെച്ച് ട്രേസിങ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ലൈൻ, അതായത് ആരോ ഹെഡ് കഴിഞ്ഞും ലൈൻ വരിക അങ്ങനെയാണ്. അപ്പോൾ കാര്യം നമ്മൾ ആ ലൈൻ എന്ന് പറയുന്നത് പ്രൊട്രൂഷനാണ്. അപ്പോൾ പ്രൊട്രൂഷനിൽ അങ്ങനെ ഒരു ലൈൻ വരാൻ അതാണ് സാധ്യതയുള്ളത്. അതല്ല പേഷ്യൻറ്റിൻ്റെ സെൻട്രിക് ആണ് ആ കാണുന്ന പോയിന്റ് എങ്കിൽ റൈറ്റ് ലാറ്ററലും ലെഫ്റ്റ് ലാറ്ററലും ചെയ്തപ്പോൾ സെൻട്രിക്കിലല്ലാണ്ട് മാറിപ്പോയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. കാര്യം പ്രോപ്പർ സെൻട്രിക് ആണെങ്കിൽ ഈ 3 ലൈനും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് സെൻട്രിക് റിലേഷനായിട്ട് വരിക. അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പെക്സ് ആബ്സെൻറ്റ് അല്ലെങ്കിൽ റൗണ്ട് ഫോം ആയിട്ട് വരുന്നതാണ് അടുത്ത് കാണിച്ചേക്കുന്ന പിക്ചർ. അങ്ങനെ ഒരു റൗണ്ടഡ് അപ്പെക്സ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വീക്ക് റിട്രൂസീവ് മൂവ്മെൻറ്റ് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു റൗണ്ടഡ് ആയിപ്പോയത്. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പേഷ്യൻറ്റിനെ ഇച്ചിരി കൂടെ ട്രെയിൻ ചെയ്യിച്ചാൽ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കിട്ടാവുന്നതേ ഉള്ളൂ. ഡബിൾ ആരോ പോയിന്റ്. ഈ ഡബിൾ ആരോ പോയിന്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
രണ്ട് റീസൺസ് ആണുള്ളത്. ഒന്നുകിൽ പേഷ്യൻ്റ് ഹാബിച്വൽ സെൻട്രിക്കിൽ ഇടയ്ക്ക് ബൈറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെയും വരാം. അതുമല്ലെങ്കിൽ വേർട്ടിക്കൽ ഡയമെൻഷൻ, അതായത് VDയിൽ എന്തോ ഒരു ചേഞ്ച് ട്രേസർ അറ്റാച്ച് ചെയ്ത സമയത്ത് വന്നു. അപ്പോൾ ഈ രണ്ട് റീസൺസിലാണ് ഇങ്ങനെ ഡബിൾ ആരോ പോയിന്റ് വരിക. അപ്പോൾ നമ്മൾ ഒന്ന് വേർട്ടിക്കൽ ഡയമെൻഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, അതായത് ഇപ്പം സെൻട്രൽ ബെയറിംഗ് പോയിന്റ് ഒക്കെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഡയമെൻഷണൽ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ ഹാബിച്വൽ ബൈറ്റാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ കൊണ്ട് ഇച്ചിരി കൂടെ ട്രെയിൻ ചെയ്യിച്ച് കറക്റ്റാക്കി ആ ഡബിൾ ആരോ പോയിന്റ് മാറുന്നത് വരെ വീണ്ടും ട്രേസിങ് ചെയ്ത് നോക്കുക. അടുത്തത് ഇൻറ്ററപ്റ്റഡ് ഗോത്തിക് ആർച്ചാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊട്രൂസീവ് ലൈനിലാണ് ആ ഇൻറ്ററപ്ഷൻസ് വരിക, ഇങ്ങനെ വിട്ട് മാർക്കിങ്സ് വരിക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റീരിയറിൽ ഹീൽസ് തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അതായത് റെട്രോമോളാർ പാഡിൻ്റെ അവിടെ വരുന്ന ആ ഒരു അക്രിലിക് പോർഷനും അതുപോലെ മാക്സിലയുടെ ട്യൂബറോസിറ്റിയുടെ അവിടെ വരുന്ന അക്രിലിക് പോർഷനും കൂടെ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എന്താ പറയുക ഇൻറ്ററപ്റ്റഡ് ഗോത്തിക് ആർച്ച് ട്രേസിങ് വരുന്നത്. നമുക്കത് ഒന്ന് ട്രിം ചെയ്യോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറാവുന്നതേ ഉള്ളൂ. പാൻറ്റോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് ഈ മാൻഡിബുലാർ മൂവ്മെൻറ്റ്സ് തന്നെ ഒന്നിലധികം പ്ലെയിനുകളിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ, അതായത് ഗ്രാഫിക്കലി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പാൻറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ റെക്കോർഡ്സ് എന്താ പറയുക ഒരു ആർട്ടിക്കുലേറ്ററിലേക്ക് മാറ്റി പ്രോഗ്രാമിംഗ് ചെയ്ത് ബാക്കി ടീത്ത് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു GPT-8 പാൻറ്റോഗ്രാഫ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഗ്രാഫിക്കലി റെക്കോർഡ് ഇൻ one or more planes paths of mandibular movement and to provide information for the programming of an articulator. ഇതാണ് പാൻറ്റോഗ്രാഫിൻ്റെ GPT-8 അനുസരിച്ചിട്ടുള്ള ഡെഫിനിഷൻ. പാൻറ്റോഗ്രാഫ് ട്രേസിംഗ് ഇതിലും അതേ ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു GPT-8 a graphic record of mandibular movement usually recorded in the horizontal, sagittal and frontal planes as registered by style on the recording tables of a pantograph or by means of electronic sensors. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നിലധികം പ്ലെയിൻസിലെയാണ് റെക്കോർഡിംഗ് വരിക. അപ്പോൾ അത് ഏതൊക്കെ പ്ലെയിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോണ്ടൽ പ്ലെയിൻ, സജൈറ്റൽ പ്ലെയിൻ ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഈ 3 പ്ലെയിനിലെയാണ് റെക്കോർഡിംഗ് വരിക. പാൻറ്റോഗ്രാഫ് എന്ന് പറയുന്നത് ഡിവൈസിൻ്റെ പേരാണ്. അതിന്ന് കിട്ടുന്ന ആ ഒരു ആ ട്രേസിങ്ങിൻ്റെ പേരാണ് പാൻറ്റോഗ്രാഫിക് ട്രേസിങ് അല്ലെങ്കിൽ പാൻറ്റോഗ്രാം എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് പാൻറ്റോഗ്രാഫ് എന്നാണ്. ഇതിനകത്ത് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റൈലയും അതുപോലെ തന്നെ പ്ലേറ്റും ആണുള്ളത് ഈ ട്രേസിങ് എടുക്കാനുള്ള. ട്രേസിങ് എന്ന് പറയുമ്പം 3 ഡയമെൻഷനിൽ, അതായത് 3 പ്ലെയിൻസിലുള്ള ട്രേസിങ് നമുക്ക് കിട്ടും. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേസിങ് അതായത് ഈ ട്രേസിങ് എടുക്കാൻ വേണ്ടിയിട്ട് വേരിയസ് മാൻഡിബുലാർ മൂവ്മെൻറ്റ്സ് തന്നെയാണ് ചെയ്യിപ്പിച്ച് നോക്കുക. ആകെ ഡിഫറൻസ് 3 പ്ലെയിനിലുള്ള ട്രേസിങ് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ കിട്ടുന്ന ട്രേസിങ് റെക്കോർഡ്സ് നമ്മളൊരു ഫുള്ളി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്ററിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. കാര്യം ഫുള്ളി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്ററിൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ബാക്കി പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതെടുത്തിട്ട് എന്താ പറയുക ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയുന്നത് വെച്ചാൽ ഗോത്തിക് ആർച്ച് ട്രേസിങ്ങിനേക്കാൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് എന്താ പറയുക ഈ പാൻറ്റോഗ്രാഫിക് ട്രേസിങ് വഴി കിട്ടും. ഇനി ഇതിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്രൊസീജിയർ ഇച്ചിരി കോംപ്ലക്സ് ആണ്. നമുക്ക് ആ ഗോത്തിക് ആർച്ച് ട്രേസിങ്ങിനേക്കാൾ കോംപ്ലക്സ് ആണ്. അതുപോലെ പിന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ നമുക്ക് വേണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്രയാണ് പാൻറ്റോഗ്രാഫിക് ട്രേസിങ്. അപ്പോൾ ഇത്രയാണ് ഹൊറിസോണ്ടൽ ജോ റിലേഷനിൽ മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ജോ റിലേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഓറിയൻറ്റേഷൻ ജോ റിലേഷൻ കഴിഞ്ഞു, വെർട്ടിക്കൽ ജോ റിലേഷനും കഴിഞ്ഞു, ഇപ്പോൾ ഹൊറിസോണ്ടൽ ജോ റിലേഷന് കഴിഞ്ഞു. ഹൊറിസോണ്ടൽ ജോ റിലേഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള MCQs ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് സെൻട്രിക് ജോ റിലേഷനാണ്. അതിനുള്ളിലുള്ള സ്റ്റാറ്റിക് മെത്തേഡ് ആയിക്കോട്ടെ, ഫങ്ഷണൽ മെത്തേഡ് ആയിക്കോട്ടെ, ഗ്രാഫിക് മെത്തേഡ് ആയിക്കോട്ടെ, 3ഉം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും വാക്സ് ഒക്ലൂസൽ, അതായത് സ്റ്റാറ്റിക് മെത്തേഡിലെ വാക്സ് ഒക്ലൂസൽ റിംസിനെ കുറിച്ച് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അത് ബേസിക് കാര്യമാണ്. പക്ഷേ ഇൻ്റർ ഒക്ലൂസൽ ചെക്ക് റെക്കോർഡ്സ് ഏതൊക്കെയാണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നീഡിൽ ഹൗസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക് മെത്തേഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗോത്തിക് ആർച്ച് ട്രേസിങ്, അതായത് അതിലെ ട്രബിൾ ഷൂട്ടിങ്ങും അതൊക്കെ പിക്ചർ വെച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് എന്താ പറയുക
ഹൊറിസോണ്ടൽ ജോ റിലേഷനിൽ വന്നിട്ടുള്ള മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള MCQs. ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. മെസ്സേജ് അയച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.